ലല്ലൂസ് വേൾഡിൻ്റെ ബെസ്റ്റ് ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് JSA എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായ നാഷണൽ ആംബിയൻറ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെയും വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെയും കുറിച്ചാണ് പറയുന്നത്. നാഷണൽ ആംബിയൻറ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നോക്കാം. National Ambient Air Quality Standards are standards for air quality that are set by the Central Pollution Control Board that are applicable all over the country. അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എയർ ക്വാളിറ്റിക്ക് വേണ്ടി സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സിനെയാണ് നാഷണൽ ആംബിയൻറ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദേ ആർ ലിമിറ്റ്സ് ഓൺ അറ്റ്മോസ്ഫിയറിക് കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ്. അറ്റ്മോസ്ഫിയറിൽ കാണുന്ന പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷനിൽ പറയുന്ന പെർമിസിബിൾ ലിമിറ്റ്സിനെയാണ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. These standards are essential for the development of effective management of ambient air quality. എയർ ക്വാളിറ്റിയുടെ എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റിന് ഡെവലപ്പ് ചെയ്ത സ്റ്റാൻഡേർഡ്സാണ് ഈ ആംബിയൻറ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. The first ambient air quality standards were developed in 1982 pursuant to the Air Act. 1981 എയർ ആക്ട് അനുസരിച്ച് 1982 ഫസ്റ്റ് ആംബിയൻറ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തത്. ലേറ്റർ ഇൻ 1994 and 1998 these standards were revised. The latest revision to the NAQs was done in 2009 and this is the latest version being followed. Ambient air quality standards ഫസ്റ്റ് വന്നത് 1982 ലേറ്റർ 1994 1998 ഇത് റിവൈസ് ചെയ്തു. ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 2009 റിവൈസ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നതും 2009 റിവൈസ് ചെയ്ത നാഷണൽ ആംബിയൻറ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. ദ കറൻറ്റ് സ്റ്റാൻഡേർഡ്സ് കംപ്രൈസ് ടോൾ പൊല്യൂട്ടൻസ്. ലേറ്റസ്റ്റ് വേർഷൻ അതായത് 2009 റിവൈസ് ചെയ്തതിൽ ടോൾ പൊല്യൂട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നാഷണൽ ആംബിയൻറ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഓരോ പൊല്യൂട്ടൻസിൻ്റെയും പെർമിസിബിൾ ലിമിറ്റ്സ് നോക്കാം. ഇവിടെ ടോൾ പൊല്യൂട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ടൈം വെയ്റ്റഡ് ആവറേജ് ഈ പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ നോക്കുന്നത് അവർലി നോക്കാറുണ്ട്, 8 hours നോക്കാറുണ്ട്, അതുപോലെ 24 hours ആനുവലി ഒക്കെ നോക്കാറുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ, റെസിഡൻഷ്യൽ, റൂറൽ ഏരിയാസിൽ നോക്കുന്നുണ്ട്, എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിലും നോക്കുന്നുണ്ട്. ദെൻ ഓരോ പൊല്യൂട്ടൻസ് മെഷർ ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. ഫസ്റ്റ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് ആനുവലി നോക്കുന്നുണ്ട്, 24 hours നോക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ, റെസിഡൻഷ്യൽ, റൂറൽ ഏരിയാസിൽ ആനുവലി വാല്യൂ 50 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അതുപോലെ 24 hours 80 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിൽ ആനുവലി 20 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആൻഡ് 24 hours 80 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ സൾഫർ ഡയോക്സൈഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഇംപ്രൂവ്ഡ് വെസ്റ്റ് ആൻഡ് ഗീഗ് മെത്തേഡ്, അൾട്രാ വയലറ്റ് ഫ്ലൂറസെൻസ് മെത്തേഡ്. ദെൻ നൈട്രജൻ ഡയോക്സൈഡ് ഇതും ആനുവലി നോക്കുന്നുണ്ട്, 24 hours നോക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ, റെസിഡൻഷ്യൽ, റൂറൽ ഏരിയാസിൽ ആനുവലി 40 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് and 24 hours 80 microgram per meter cube. In ecologically sensitive area, annually 30 microgram per meter cube and 24 hours 80 microgram per meter cube. Measuring using the methods modified Jacob and Hawkesser method, chemiluminescence method. Then particulate matter size less than 10 micrometer. ഇവിടെയും ആനുവലി നോക്കുന്നുണ്ട്, 24 hours നോക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ, റെസിഡൻഷ്യൽ, റൂറൽ ഏരിയാസിൽ ആനുവലി 60 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 24 hours 100 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിൽ ആനുവലി 60 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 24 hours 100 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ സൈസ് ലെസ് ദാൻ 2.5 മൈക്രോൺസ്. ഇവിടെയും ആനുവലി നോക്കുന്നുണ്ട്, 24 hours നോക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ, റെസിഡൻഷ്യൽ, റൂറൽ ഏരിയാസ് ആനുവലി 40 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 24 hours 60 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ആനുവലി 40 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആൻഡ് 24 hours 60 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഈ രണ്ട് സൈസ് പെർട്ടിക്കുലർ മാറ്റേഴ്സും
മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് ഗ്രാവിമെട്രിക് മെത്തേഡ്സ്, TOEM മെത്തേഡ് ആൻഡ് ബീറ്റ അറ്റനുവേഷൻ മെത്തേഡ്. ദെൻ ഓസോൺ നോക്കാം. ഓസോൺ 8 അവേഴ്സിലും 1 അവറിലും അതുപോലെ ആനുവലി നോക്കുന്നുണ്ട്. 8 അവേഴ്സിലും 1 അവറിലും നോക്കുന്നുണ്ട്. അതിൽ ഇൻഡസ്ട്രിയൽ റെസിഡൻഷ്യൽ റൂറൽ ഏരിയാസിൽ 8 അവേഴ്സിൽ 100 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബും 1 അവറിൽ 180 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിൽ 8 അവറിൽ 100 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആൻഡ് 1 അവർ 180 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓസോൺ മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് UV ഫോട്ടോമെട്രിക് മെത്തേഡ്, കെമിലൂമിനിസെൻസ് മെത്തേഡ് ആൻഡ് കെമിക്കൽ മെത്തേഡ്. ദെൻ ലെഡ് ആനുവലി നോക്കുന്നുണ്ട്, അതുപോലെ 24 അവേഴ്സിലും നോക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റെസിഡൻഷ്യൽ റൂറൽ ഏരിയാസ് ആനുവലി 0.5 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആൻഡ് 24 അവേഴ്സ് 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് വാല്യൂ സെയിം തന്നെയാണ്, ആനുവലി 0.5 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആൻഡ് 24 അവേഴ്സ് 1 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ ഇത് മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് ASS bar ICP method, then ED XRF using Teflon filter. നോക്കാം. കാർബൺ മോണോക്സൈഡ് 8 അവേഴ്സിൽ നോക്കുന്നുണ്ട്, 1 അവറിൽ നോക്കുന്നുണ്ട്. 8 അവേഴ്സിൽ ഇൻഡസ്ട്രിയൽ റൂറൽ റെസിഡൻഷ്യൽ ഏരിയാസിലും എക്കോളജിക്കൽ ഏരിയാസിലും 2 mg per meter cube. ദെൻ 1 അവറിൽ ഇൻഡസ്ട്രിയൽ റൂറൽ റെസിഡൻഷ്യൽ ഏരിയാസിലും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിലും സെയിം വാല്യൂ ആണ്, ദാറ്റ് ഈസ് 4 mg per meter cube. ദെൻ കാർബൺ മോണോക്സൈഡ് മെഷർ ചെയ്യുന്ന മെത്തേഡ് നോൺ ഡിസ്പേഴ്സീവ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. നെക്സ്റ്റ് അമോണിയ നോക്കാം. അമോണിയ ആനുവലി നോക്കുന്നുണ്ട്, 24 അവേഴ്സ് നോക്കുന്നുണ്ട്. ആനുവലി ഇൻഡസ്ട്രിയൽ റെസിഡൻഷ്യൽ റൂറൽ ഏരിയാസിലും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിലും 100 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 24 അവേഴ്സിലും രണ്ടിടത്തും സെയിം വാല്യൂ ആണ്, 400 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അമോണിയ മെഷർ ചെയ്യുന്ന മെത്തേഡ് കെമിലൂമിനസെൻസ് മെത്തേഡ്, ഇൻഡോഫീനോൾ ബ്ലൂ മെത്തേഡ്. ദെൻ ബെൻസീൻ ആനുവലി മാത്രമേ നോക്കുന്നുള്ളൂ. ഇൻഡസ്ട്രിയൽ റൂറൽ റെസിഡൻഷ്യൽ ഏരിയാസിലും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിലും 5 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ ബെൻസീൻ മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി ബേസ്ഡ് കണ്ടിന്യൂസ് അനലൈസർ, adsorption and desorption followed by GC analysis. ദെൻ അടുത്ത് പറയുന്ന 3 അതായത് ബെൻസോപൈറീൻ, ആർസനിക്, നിക്കൽ നാനോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് മെഷർ ചെയ്യുന്നത്. അതിൽ ബെൻസോപൈറീൻ ആനുവലിയാണ് നോക്കുന്നത്. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിലും ഇൻഡസ്ട്രിയൽ റൂറൽ റെസിഡൻഷ്യൽ ഏരിയാസിലും 1 നാനോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. മെഷർ ചെയ്യുന്ന മെത്തേഡ് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഫോളോഡ് ബൈ HPLC ആൻഡ് GC അനാലിസിസ്. ദെൻ ആർസെനിക് ആനുവലിയാണ് നോക്കുന്നത്. റൂറൽ റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിലും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിലും സെയിം വാല്യൂ ആണ്, 6 നാനോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് AAS bar ICP മെത്തേഡ്. ദെൻ നിക്കൽ ആനുവലിയാണ് നോക്കുന്നത്. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിലും റൂറൽ റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിലും സെയിം വാല്യൂ ആണ്, 20 നാനോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നിക്കൽ മെഷർ ചെയ്യുന്ന മെത്തേഡ് AAS bar ICP മെത്തേഡ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നോക്കാം. ഈ വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് വാട്ടറിനെ 6 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D, ക്ലാസ് E ആൻഡ് ക്ലാസ് ബിലോ E. സോ ഓരോ ക്ലാസ്സസ് എന്താണെന്നും അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നും നോക്കാം. ക്ലാസ് A എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് വിത്തൗട്ട് കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ബട്ട് ആഫ്റ്റർ ഡിസ്ഇൻഫെക്ഷൻ. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടോട്ടൽ കോളിഫോം MPN bar 100 ml shall be 50 or less, pH between 6.5 and 8.5, dissolved oxygen 6 mg per liter or more, BOD 5 days at 20 degree Celsius 2 mg per liter or less. ക്ലാസ് B എന്ന് പറയുന്നത് ഔട്ട്ഡോർ ബാത്തിങ്. അതിൻ്റെ ക്രൈറ്റീരിയ ടോട്ടൽ കോളിഫോംസ് ഷോൾ ബി 500 or less,
pH between 6.5 and 8.5, dissolved oxygen 5 mg per liter or more, BOD 5 days at 20 degrees Celsius 3 mg per liter or less. Then class C എന്ന് പറയുന്നത് drinking water source after conventional treatment and disinfection. ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് total coliform organism, MPN bar 100 ml should be 5000 or less, pH between 6 to 9, dissolved oxygen 4 mg per liter or more, BOD 5 days at 20 degrees Celsius 3 mg per liter or less. Class D എന്ന് പറയുന്നത് propagation of wildlife and fisheries. Criteria: pH between 6.5 to 8.5, dissolved oxygen 4 mg per liter or more, free ammonia 1.2 mg per liter or less. Class E എന്ന് പറയുന്നത് irrigation, industrial cooling, controlled waste disposal. Criteria എന്ന് പറയുന്നത് pH between 6 to 8.5, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ മാക്സിമം 26 ആൻഡ് ബോറോൺ മാക്സിമം 2 mg per liter. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ബിലോ ഈ ക്ലാസ് ആണ്. അതായത് മുകളിൽ പറഞ്ഞ ക്ലാസ് എ ബി സി ഡി ഇ ഇതിലൊന്നും പെടാത്ത ക്രൈറ്റീരിയ ഉള്ള ക്ലാസ്സസിനെയാണ് ബിലോ ഈ ക്ലാസ്സിൽ വരുന്നത്. അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2019 ഒക്ടോബർ 11 റിവൈസ് ചെയ്ത ഡ്രിങ്കിങ് വാട്ടർ സ്പെസിഫിക്കേഷൻസ് ആണ്. ഞാനിത് വായിക്കുന്നില്ല. എല്ലാവരും ഈ വാല്യൂസ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വേഗം കാണാം. താങ്ക് യു.